ഒരു ദിവസം വീട്ടിലെ ഫുൾ പണി ചെയ്യണം, ഒരു ടാസ്ക്, ഓർ ഒരു ദിവസം 10 ഇന്റർവ്യൂ കൊടുക്കും, ഏത് ചൂസ് ചെയ്യും? കുറച്ചുകൂടി ഈസി വീട്ടിൽ പണി ചെയ്യാനായിരിക്കും. ജീവിതത്തിൽ തിരുത്തണം എന്ന് തോന്നിയ ഒരു കാര്യം? ഒരു കാര്യം ഒരുപാട്. രാവിലെ എഴുന്നേറ്റ ആദ്യം നോക്കുന്നത് കണ്ണാടിയിലാണോ ഫോണാണോ? ഫോൺ. എനിക്ക് എങ്ങനത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ഏറ്റവും ഈസി ആയിരുന്നു. ഒരിക്കലും തീരാത്തൊരാഗ്രഹം? തീരാത്തൊരാഗ്രഹം പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു കാര്യം? ചടമന്ത് തുമ്പ കിട്ടാനുള്ള റീസൺ ഉണ്ടാക്കിയിട്ടല്ലേ കിട്ടുന്നത്? അതില് പ്രസക്തി ഒരു ചോദ്യം പറഞ്ഞോ കഴിഞ്ഞപ്പോ. ഒരാഴ്ച ഫോൺ യൂസ് ചെയ്യാതിരിക്കേണ്ട വന്നാൽ എന്ത് ചെയ്യും? കണ്ണാടിയിൽ നോക്കുമ്പോ ആദ്യം മനസ്സിൽ വരുന്ന കാര്യം? കണ്ണാടിയിൽ നോക്കുമ്പോ നമ്മളല്ലേ കാണണം. അപ്പൊ മനസ്സിലെന്താ അപ്പൊ എന്താ തോന്നുന്നത്? മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദുശീലം? ദുശീലമില്ല. വളരെ മണ്ണിനായ ഒരു ലിഫ്റ്റിൽ സ്റ്റക്കായി പോവാണ്. ഈ കൂട്ടത്തിൽ ഒരാള് ആ കൂട്ടത്തില് കൂടെ സ്റ്റക്കാവാനായിട്ടുണ്ടാവും. ആരെ ചൂസ് ചെയ്യും? മോഹിനിയാട്ടത്തിന്റെ ഈ മറ്റേ ഇത് വെച്ചിട്ട് എക്സ്പ്രഷൻസ് വെച്ച് മാത്രം സംസാരിക്കാൻ പറ്റുള്ളൂ. ആരെ സംസാരിക്കാനായിട്ട് ചൂസ് ചെയ്യും? മോഹിനിയാട്ടം അറിയുന്ന ഒരാളെ ചൂസ് ചെയ്യും. മോഹിനിയാട്ടം സിനിമയുടെ കാസ്റ്റാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. സൈജു ചേട്ടൻ, അബ്രാം ചേട്ടൻ, ശ്രുതി ചേച്ചി, ജിവിൻ ആൻഡ് ജിന്നിൽ. വെൽക്കം. താങ്ക് യു. ഇപ്പൊ ഭരതനാട്യം കഴിഞ്ഞിട്ട് മോഹിനിയാട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ പ്രൊമോഷനൊക്കെ കിട്ടിയിരിക്കല്ലേ, എന്താണ് മോഹിനിയാട്ടം നമുക്കായിട്ട് കൊണ്ടുവരാൻ പോണേ? മോഹിനിയാട്ടം ഭരതനാട്യത്തിനേക്കാളും ഒരു 10 മടങ്ങ് ചിരിക്കാനും ത്രില്ലിംഗ് ആയിട്ടുള്ള പല എപ്പിസോഡ്സും ഒക്കെ ഉള്ളൊരു സിനിമയാണ്. ഒരു ജോണർ ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. ഒരു ഫാമിലി മൂവിയാണ്. പക്ഷേ ഏതൊരു ജനറേഷന് സാറ്റിസ്ഫൈ ചെയ്യുന്ന എൻ്റർടൈൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു തിയേറ്ററിക്കൽ വാച്ച് ആയിരിക്കും. ഇതൊരു ഡാർക്ക് ഹ്യൂമറാണ്, ഇതൊരു ക്രൈം ത്രില്ലറാണ്. അങ്ങനെയുള്ള ഒരുപാട് ജോണേഴ്സ് മിക്സ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അതെ. അബ്രാം ചേട്ടൻ ക്യാരക്ടറായിട്ട് തന്നെ വന്നിരിക്കുന്ന പോലെ ഉണ്ട്. എന്നായിരിക്കും ഇതിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉള്ളത്? പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. സെയിം ക്യാരക്ടറാണ്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു പുതിയതും ഒരു അവാർഡ് കിട്ടിയ പോലത്തെ ഒരു ഫീലിംഗ് ആണ്. കാരണം നമ്മൾ കണ്ടിട്ടില്ല മലയാള സിനിമയിലും ഒരുപാട് ഇന്ത്യൻ സിനിമയിൽ തന്നെ പൊതുവെ റിപ്പീറ്റ് ക്യാരക്ടേഴ്സ്. അതിൽ ഏറ്റവും വലിയ അറക്കലബ് എന്ന് പറഞ്ഞാൽ മഹാനായ റിപ്പീറ്റ് ക്യാരക്ടറിൻ്റെ ആളാണ് ഭയങ്കര. അതുപോലത്തെ ക്യാരക്ടറുകൾ വീണ്ടും വീണ്ടും ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ സുഭാഷ് എന്ന് പറയുന്ന ക്യാരക്ടർ ഭരതനാട്യത്തിലെ ആൾക്കാർക്ക് രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഇതിലൂടെ അത് കുറച്ചും കൂടെ രജിസ്റ്റർ ആവട്ടെ. അങ്ങനെ നമ്മൾ ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്കത് ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ സൈജോട്ടൻ അത് ഈ സെക്കൻഡ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ലാൽ മീഡിയയിൽ എന്തോ ഡബ്ബിങ്ങിന് പോയപ്പോൾ സൈജോട്ടൻ അവിടെ ഡബ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സൈജോട്ടൻ താഴെ ഉണ്ടെന്ന് സൈജോട്ടൻ ഒന്ന് താഴോട്ട് ഒരു കാര്യം പറയേണ്ടതാണ്. ഞാൻ താഴെ പോയപ്പോൾ സൈജോട്ടൻ പറഞ്ഞു, മുത്തേ നമ്മൾ 2ാമത്തെ പാട്ട് തുടങ്ങിനടുത്ത്. അപ്പോൾ തൊട്ട് ഞാൻ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് ക്യാരക്ടർ പിടിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കേട്ടില്ല, പക്ഷെ എനിക്കത് അറിയാം എന്താണ് സുഭാഷ്, അയാളുടെ പ്രശ്നം എന്താണ്. വലിയ വ്യത്യാസമൊന്നും ഇയാളിൽ എന്താ പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഒരു ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ അതിന് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യാൻ പറ്റി. അത് കൃഷ്ണദാസിൻ്റെ സ്ക്രിപ്റ്റിലും ആ ക്യാരക്ടറിനെ വേറെ ഒരു ലെവലിലോട്ട് കൊണ്ടുവരികയും കുറേ കാര്യങ്ങൾ എല്ലാ ക്യാരക്ടേഴ്സിനെയും, ഇപ്പോൾ ശശിയേട്ടൻ്റെ ക്യാരക്ടർ, അതായത് സൈജോട്ടൻ ചെയ്ത ശശിയേട്ടൻ എന്നുള്ള ക്യാരക്ടറാണെങ്കിലും ജിവിൻ്റെ ആണെങ്കിലും ജിനിൻ്റെ ആണെങ്കിലും ശ്രുതിയുടെ ആണെങ്കിലും എല്ലാവരുടെയും ക്യാരക്ടറിനെ ഒരു ലെവലിൽ വേറെ കൂടെ ഒന്ന് പൊലിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് സ്ക്രിപ്റ്റ് വൈസ്. സോ അതാണ് എൻ്റെ അഭിപ്രായം. ശ്രുതി ചേച്ചി സുഖം? അടിപൊളി. ജ്യോതിഷ് എന്റെ ജൂനിയർ ആയിരുന്നു കോളേജിൽ. അപ്പൊ ഞങ്ങൾക്ക് വിചാരിച്ചിട്ടില്ല ഇന്റർവ്യൂവിന് ഇങ്ങനെ ഇരിക്കുന്നു. ഇല്ല, ചേച്ചി പാവമായിരുന്നു. അതുകൊണ്ടാട്ടോ ചേച്ചി ഇങ്ങനെ പ്രായം ഉണ്ടായിട്ടൊന്നുമല്ല. എങ്ങനെയുണ്ട് അപ്പൊ ഈ ഭരതനാട്യം നമ്മൾ കണ്ടു, മോഹിനിയാട്ടത്തിലേക്ക് വന്നപ്പം ഒരു ഡാൻസറും കൂടാണ്. അപ്പൊ ഡാൻസിന്റെ പേരൊക്കെയുള്ള ടൈറ്റിലൊക്കെ വെച്ച് ഭരതനാട്യത്തിന്റെ സമയത്ത് ഒരുപാട് പേര് എന്റെ അടുത്ത് ചോദിച്ചു. എനിക്കൊന്ന് എന്നെക്കാളും കൂടുതൽ സൈജുന്റെ അടുത്തായിരിക്കും ചോദിച്ചത്, സൈജു കുറുപ്പ് പിൻ ഭരതനാട്യം പറയുമ്പോഴത്തേക്ക് ഇനി ഭരതനാട്യം കളിക്കുന്നത് സൈജു ചേട്ടനാണോ എന്നൊക്കെയുള്ള എക്സൈറ്റ്മെന്റിൽ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ഭരതനാട്യം എന്താ പേര്, അതെന്താ അങ്ങനെ ഒരു പേര്, ഡാൻസ് ബേസ്ഡ് ആണോ? അപ്പോൾ പടം കണ്ടവർക്കറിയാം ഡാൻസായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, അത് ഭരതൻ നായരുടെ ഒരു നാട്യം. അതുപോലെ ഞങ്ങളുടെ മോഹിനിയാട്ടം ഒരു മോഹിനിയുടെ ആട്ടം എന്നൊരു കോൺസെപ്റ്റാണ് ഉള്ളത്.
ഡാൻസ് ആയിട്ടൊന്നും ഒരു ബന്ധവുമില്ല. പക്ഷേ ഈ പറയുന്ന പോലെ ഭരതനാട്യം ഒരു ഫാമിലി ഓഡിയൻസിന് പറ്റുന്ന ഒരു സിനിമയാണെന്നുള്ള അഭിപ്രായമായിരുന്നു. പക്ഷേ മോഹിനിയാട്ടം അങ്ങനെയല്ല, എല്ലാ ഒരു ജനറേഷനിൽപ്പെട്ട ആൾക്കാർക്കും കാണാൻ പറ്റുന്ന ഒരു ജോണർ ഷിഫ്റ്റ് തന്നെയുണ്ട്. ഒരു ഫാമിലി പടമാണ്, പക്ഷെ അത് മാത്രമല്ല കുറേ എന്താ പറയുക, കുറച്ച് സീക്രട്സും കുറച്ച് ക്രൈം അല്ലേ, എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടും എന്നാണ് ഞങ്ങളുടെ എല്ലാവരും പ്രതീക്ഷ. ജിവിൻ ജിനിൽ കറക്റ്റ് ഡ്രസ്സൊക്കെ മാറിയിരിക്കുന്നോണ്ട് മനസ്സിലാവും, കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ അജയ് ഘോഷ്, അരുൺ ഘോഷ് അല്ലേ? എല്ലാം ഇങ്ങനെ തന്നെ പറയത്തുള്ളൂ എന്നറിയാം, കുഴപ്പമില്ല. ഒരു അല്ല ഇവിടെ പറ്റിക്കാൻ അതെ, എന്ത് ചോദിച്ചാലും അതെ അതെ അതെ. ഇപ്പൊ ചോദിച്ചാൽ ആരാ ജിവിൻ? പിന്നെ അല്ല, സാധാരണ ഇങ്ങനെയാണല്ലോ. അത് ഇവിടെ ഇപ്പൊ പറ്റൂല, ഫാമിലി ഓക്കെ. അപ്പൊ നിങ്ങള് സിബ്ലിങ്സ് ആയിട്ട് സിനിമയിലേ വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബന്ധമൊക്കെ ഇതിൽ കുറച്ചുകൂടെ ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിലാകുമോ? ഇത് ആ ഭരതനാട്യത്തിലെ സിംഗായിരുന്നു എല്ലാവരും. അപ്പൊ കാരണം ഇതിന്റെ അകത്ത് നോക്കിയായിരുന്നു കഥാപാത്രങ്ങളാ. അജയ് ഘോഷും അരുൺ ഘോഷും സിംഗായി വന്നു. മോഹിനിയാട്ടത്തിലോട്ടാകുമ്പോ നിങ്ങളുടെ ബന്ധം കുറച്ചുകൂടെ സ്ട്രോങ് ആകുമെന്ന്. സ്ട്രോങ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഭരതനാട്യത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇപ്പം അമ്മയ്ക്ക് പോലും മാറിപ്പോന്നുണ്ടായിരുന്നല്ലോ. ഇതിൽ വരുമ്പോ എല്ലാവർക്കും നിങ്ങളെ മനസ്സിലാകുമോ? ഇതെല്ലാവർക്കും മനസ്സിലായി ഇപ്പൊ ഏകദേശം. സിനിമയിലെ ഏട്ടാ ഞാൻ ചോദിച്ചാ നീ മനസ്സിലായി. എനിക്ക് ലേശം ഈ സാധനം എങ്ങനെയുണ്ടായിരുന്നു ഇപ്പൊ മോഹിനിയാട്ടത്തിലേക്ക് വന്നപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ്? അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യത്തില്. ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം. 1 മാർക്കിന്റെ ആയിരുന്നു, അതിലെ ആൻസർ പറയുള്ളൂ. ഗുഡ് സ്റ്റുഡൻസ്. എങ്ങനെയുണ്ടായിരുന്നു ജിനിൽ? വളരെ വളരെ എക്സ്ട്രാ 1/2 മാർക്ക് കൂടുതൽ. അവൻ 1 മാർക്ക്, നിനക്ക് 1.5 മാർക്ക്. ഇപ്പൊ സൈജി ചേട്ടൻ ഇതിന്റെ പ്രൊഡ്യൂസറും കൂടെ ആണല്ലോ. ഇപ്പം ഭരതനാട്യത്തിന്റെ ഇതിന്റെ ഡയറക്ടറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരേ സിനിമയുടെ തോൽവിയും വിജയവും ഒരുമിച്ച് കണ്ട ഒരു സംവിധായകനാണ് എന്നുള്ളത്. അപ്പം ഇപ്പം ആട് സിനിമ നോക്കിയാലും ഇതേ ഒരു പാറ്റേണിൽ തന്നെ വന്നിട്ട് തിയേറ്ററിൽ അധികം ഹിറ്റായില്ല, പിന്നീട് അത് വലിയൊരു ഹിറ്റായി. അപ്പൊ ഇതിന്റെ പ്രൊഡ്യൂസറും കൂടെ ആയിരിക്കുമ്പം ആദ്യ സിനിമ തിയേറ്ററിൽ നിന്ന് അധികം കളക്ഷൻ കിട്ടിയില്ല. അപ്പൊ സെക്കൻഡ് പ്രൊഡ്യൂസറിൻ്റെതായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും നോക്കിയേ പറ്റത്തുള്ളൂ, ആക്ടർ എന്നുള്ള രീതിയിലുള്ളതും നോക്കണം. അപ്പൊ എങ്ങനെയാണ് സജി ചേട്ടൻ ആസ് എ പ്രൊഡ്യൂസർ ഈ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നതും ഓഡിയൻസിലേക്ക് എത്തിക്കാനായിട്ട് എന്തൊക്കെയാ ചെയ്യുന്നതൊക്കെ? ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് പോലും. അതാണ് ഏറ്റവും വലിയ ടാസ്ക്, ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളത്. പക്ഷേ ഭരതനാട്യം നമ്മൾ റിലീസായ സമയത്ത് നമ്മൾ കഥയും കഥാപാത്രത്തിനെ പറ്റിയൊക്കെ ഒരുപാട് സസ്പെൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തായിരുന്നു. കുറേ കാര്യങ്ങൾ നമ്മൾ വിട്ടു പറഞ്ഞില്ല, കുറേ സീക്രസി നമ്മൾ വച്ചായിരുന്നു. അതേപോലെ ഓഡിയൻസ് നമ്മളോട് ചോദിച്ചത് റിലീസ് ചെയ്തപ്പോഴും ആ സീക്രസി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു തോന്നുന്നു. അതായത് ഭരതനാട്യം എന്നൊരു പടം റിലീസാകാൻ പോകുന്നത് സീക്രട്ടായിട്ട് വെച്ചോ എന്നൊക്കെ നമ്മളൊക്കെ ചോദിച്ചായിരുന്നു. അതുകൊണ്ടാണ് തിയേറ്ററിലേക്ക് ആൾ വരാഞ്ഞു തന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഒന്നും സീക്രട്ടായിട്ട് വയ്ക്കുന്നില്ല. നമ്മൾ നമ്മുടെ സിനിമയുടെ എന്തൊക്കെ മാക്സിമം നമുക്ക് പറയാൻ പറ്റും, അതായത് നിങ്ങളുടെ ഒരു ആസ്വാദനം, എന്താ പറയുക, ആസ്വാദനം അല്ലേ, ആസ്വാദനം അത് പോകാത്ത രീതിയിൽ എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും അതൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. ഒരു പരിധിയിൽ നമ്മളിപ്പോൾ ജോണർ വരെ നമ്മൾ പറയുന്നുണ്ട് എന്താണെന്നുള്ളത്. വേണമെങ്കിൽ നമുക്കത് ഓക്കെ, ഭരതനാട്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട് ആകുമ്പോഴത്തേക്കും നാച്ചുറലി ഒരു ഫാമിലി ഫീൽ ഗുഡ് മൂവി, കോമഡി മൂവി, ഇങ്ങനെയൊക്കെ തന്നെ നമുക്കത് അങ്ങനെ ആൾക്കാർ എടുക്കുകയുള്ളൂ. പക്ഷെ നമ്മളിത് ജോണർഷിപ്പിൻ്റെ കാര്യം നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. കാരണം എന്ത്, ഓഡിയൻസ് വരുമ്പോഴത്തേക്ക് ഓഡിയൻസ് ഷുഡ് ഓൾസോ ബി പ്രിപ്പയർഡ് ദാറ്റ് നമ്മളൊരു വേറെ ജോണറിലുള്ളൊരു സിനിമയാണ് കാണാൻ വേണ്ടി പോകുന്നതെന്ന്. അപ്പം ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് സെക്കൻഡ് പാർട്ട് ചെയ്യുന്നതിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ബിക്കോസ് എൻ്റെ പാർട്ട്ണർ തോമസ് തിരുവല്ല, ഹി വാസ് വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ദ സെക്കൻഡ് പാർട്ട്. അത് ഇതിൻ്റെ ഒരു സ്റ്റോറി ആകുന്നതിന് മുമ്പേ അദ്ദേഹം കോൺഫിഡൻ്റ് ആണ്. അദ്ദേഹം തന്നെ പറഞ്ഞ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അത് ദാസൻ്റെ ഒക്കെ പറയുകയും ദാസൻ അതിൻ്റെ ഒരു പ്ലോട്ട് ഡെവലപ്പ് ചെയ്യും, ഓൺലൈൻ എഴുതി ഞങ്ങളെ കേൾപ്പിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. അത്രയും ഗംഭീര സ്ക്രിപ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ഭരതനാട്യത്തിനേക്കാളും മേളിൽ ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോഴത്തേക്കും വെറുതെ പറയുമല്ല, പക്ഷേ ഭരതനാട്യം ആക്ച്വലി നല്ല സ്ക്രിപ്റ്റ് ആണോ നമ്മൾ ചിന്തിച്ചു പോകും മോഹിനിയാട്ടത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ അത്രയും ഗംഭീരമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ കോൺഫിഡൻസ് ഉണ്ട്. ആൻഡ് വി ആർ വെരി ഷുവർ ദാറ്റ് ഇപ്രാവശ്യം ഇതൊരു തിയേറ്ററിക്കൽ വ്യൂയിങ് തന്നെ ആയിരിക്കും. അത്ര എന്താണ്, നമ്മൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ സിനിമ ആ ഒരു സ്ട്രക്ചറിലാണ് നമ്മളത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ ദിസ് വിൽ ബി എ ഗ്രേറ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. ഇപ്പം നിങ്ങളുടെ ആദ്യ സിനിമ ആയിരുന്നല്ലോ ഭരതനാട്യം. ഫസ്റ്റ് സിനിമ ഈ പറഞ്ഞ പോലെ തന്നെ തിയേറ്ററിൽ അധികം കയറിയില്ല, പിന്നീട് പക്ഷെ അതൊരു ഹിറ്റായി. അപ്പോൾ ആദ്യ സിനിമ ഈ തിയേറ്ററിൽ കയറാതിരുന്നപ്പോൾ ഉള്ള നിങ്ങളുടെ ആ ഒരു സമയം എങ്ങനെയായിരുന്നു? ഫസ്റ്റ് സിനിമ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ, ആ എക്സ്പെക്ടേഷൻ ഫുൾഫില്ല് ചെയ്യപ്പെട്ടില്ല എന്ന് ആദ്യം തോന്നി കാണുമല്ലോ.
പിന്നീട് അത് ഹിറ്റായി. അപ്പൊ ആ മൊമെന്റ് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ബെസ്റ്റ് അടുത്ത വിഷയം രണ്ടുപേരോടും? നല്ല ഹാപ്പി ആയിരുന്നു. തിയേറ്റർ ഓടാത്തോണ്ട്. അല്ല അപ്പറല്ല അത് ഓടിക്കഴിഞ്ഞ് സെറ്റായിരുന്ന ഓക്കെ. ഓക്കെ, ഞാൻ ഇത്ര വലിയ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഒന്നും പറയാനില്ലേ? അല്ല ഇത് കഴിഞ്ഞ അഞ്ചാമത്തെ പടം, ആദ്യത്തെ പടം ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല. അങ്ങനെ സീനുണ്ട്. ഈ ഓടാത്തോടെ ആദ്യത്തെ ഇത് ഞങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലാതെ. അതല്ല. അപ്പൊ ഇതിലോട്ട് വരുമ്പോൾ എക്സ്പെക്ടേഷൻ എന്താ നിങ്ങള്? ഇതിന് നല്ലൊരു പ്രതീക്ഷ ഉണ്ട്. വളരെ നല്ല പ്രതീക്ഷ ഉണ്ടെന്നായിരിക്കും. എഞ്ചിനിൽ എന്താ എക്സ്പെക്ടേഷൻ? നല്ലൊരു റേറ്റ് ഉണ്ട് സംഭവം. ഡാർക്ക് ഹ്യൂമറാണല്ല, മറ്റൊരു സീഗുഡ് മൂഡ്, ഇത് ഡാർക്ക് ഹ്യൂമർ. ആ ഒരു വ്യത്യാസമാണ് എക്സ്പെക്ടേഷൻ. അതെ അത് ഇപ്രാവശ്യം എന്ന് വെച്ചാൽ ഇവന്മാരെ നമുക്ക് ഇങ്ങനെ ഇരുത്താനും സംസാരിക്കാനും ഇതിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം നമുക്കത് പറ്റിയില്ല, നമ്മളത് സീക്രട്ട് ആക്കി വെച്ചു. ശ്രദ്ധയാക്കി വെച്ചു. അപ്പോൾ നമ്മളത് ആക്ച്വലി ആ സമയത്ത് ആ പ്രൊമോഷൻ ടൈമിൽ നമ്മളത് മിസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇതാണ് പടത്തിൻ്റെ ഹൈലൈറ്റ് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ. ഒരു പോയിന്റാണല്ലോ ഇവർ. അപ്പോൾ അത് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റിയില്ല ആ സമയത്ത്. പിന്നെ സിനിമയ്ക്ക് ശേഷം, സിനിമയുടെ റിലീസിന് ശേഷം പിന്നെ നിങ്ങളെപ്പോലത്തെ ആൾക്കാർ ഇവരെ പേഴ്സണലി പിടിച്ചോണ്ടായി പേഴ്സണൽ കാര്യമൊക്കെ വെക്കുന്നല്ലാതെ ഭരതനാട്യത്തെ ഞാൻ ഭരതനാട്യത്തിന്റെ കുറെ ചോദിച്ചിരുന്നു. എന്താ പറയാ, വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനെ പറ്റി എന്റെ മാത്രം കുഴപ്പമില്ല, ഇവരൊന്നും തുറന്ന് പറയുന്നില്ല. അതുകൊണ്ടല്ലോ ഈ സൈജു ചേട്ടൻ ഇവരെ മാറിപ്പോവാറുണ്ടായിരുന്നോ? ആദ്യത്തെ ഒരാഴ്ച കുറച്ച് പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മനസ്സിലായി. എന്നുവെച്ചാൽ എനിക്ക് ഇവനുമായിട്ടായിരുന്നല്ലോ കൂടുതൽ കോമ്പിനേഷൻ. അപ്പം വീട്ടിലെ കുട്ടി. അപ്പം ആദ്യം രണ്ടുപേരും ഒരുമിച്ച് കണ്ടപ്പോഴൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ മനസ്സിലാക്കുമെന്നൊക്കെ ഉള്ള. പക്ഷെ നമുക്കത് പിന്നെ കിട്ടും. ആദ്യമായിട്ട് കാണുന്നത് നമുക്ക് ഇപ്പോഴും കിട്ടുന്നില്ല. ഇപ്പം ഈ രണ്ടുപേരുടെ ഡ്രസ്സിന്റെ കളർ വെച്ചിട്ട് ഇപ്പൊ എനിക്ക് ഇത് ജിവൻ ഇത് ജിന്നിനുള്ള മനസ്സിലായി. ആദ്യം വന്നപ്പോ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പിന്നെ സിനിമയിൽ കണ്ടിന്യൂറ്റി വേറെ പറയായിരുന്നു. ലുക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാവില്ല. പിന്നെ പേരുകൾ ആക്ച്വലി കുറച്ചുകൂടെ ഇപ്പം പെട്ടെന്ന് ഒരേപോലത്തെ പേര് പോലെ ഫീൽ ചെയ്യും. ജിനിൽ ജിവിൻ എന്ന് പറയുന്നത് അത് ജ വെച്ചല്ല ഒരാളുടെ തുടങ്ങുന്നത്. എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. ഇതെനിക്ക് പെട്ടെന്ന് ഇവരെ കാണുമ്പോൾ അറിയാം ഇവനാണ് ജിനിൽ എന്നുള്ളത് അറിയാം. പക്ഷെ പേര് ചിലപ്പോൾ പെട്ടെന്ന് കൺഫ്യൂസ് ആയിരിക്കും, ജിനിലാണോ ജീവനാണോ എന്ന്. പക്ഷെ ആരാണെന്നുള്ള അറിയാം. ഇത് അരുൺകോട്ട് അങ്ങനെ അറിയാം, ക്യാരക്ടർ വെച്ചിട്ട് കുറച്ചും കൂടെ അറിയാം. ഇപ്പം ശ്രുതി ചേച്ചി ഇപ്പൊ ഡാൻസ് വെച്ചിട്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. അത് കലോത്സവ വേദികളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിന്നു. അവിടുന്ന് അന്നേ എനിക്ക് ഓർമ്മയുണ്ട് സിനിമ എന്നുള്ളൊരു ആഗ്രഹം പറയുന്നത് ഓർമ്മയുണ്ടായിരുന്നു. അപ്പൊ ഈ സിനിമയിലേക്കുള്ള ഒരു എൻട്രി ആഗ്രഹിച്ച പോലെ തന്നെ വരാനായിട്ടൊക്കെ പറ്റിയതിനു ശേഷം കരിക്കിന്റെ ഭയങ്കര ഒരു ഭാഗമൊക്കെ. അപ്പൊ അന്ന് ഒരു സമയത്ത് ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്തൊരു സാധനം ഇപ്പം ഇങ്ങനെ സിനിമയിൽ എക്സ്പീരിയൻസ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ എങ്ങനെ തോന്നുന്നുണ്ട്? എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു ആസ് ആൻ ആർട്ടിസ്റ്റിക് ലൈഫ് എങ്ങനെയുണ്ട്? അത് യാദൃശ്യമായിട്ട് സംഭവിച്ചതല്ല. ഞാൻ കുറെ ട്രൈ ചെയ്ത് കുറെ റിജക്ഷൻസ്, എന്തോരം ഓഡിഷൻസിന് പോയിട്ടുണ്ട്. പണ്ടൊക്കെ നമുക്ക് കോളേജ് പഠിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഓഡിഷൻസിന് മുമ്പ് ആരെങ്കിലും നമ്മളെ അക്കമ്പനി ചെയ്യണം. കൊച്ചിയിലായിരിക്കും ഓഡിഷൻസ് നടക്കുന്നത്. അപ്പം നമ്മൾ ട്രിവാൻഡ്രം ആയിരുന്നു പഠിച്ചതൊക്കെ. അപ്പോൾ അന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈവൻ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്, നമുക്ക് പോകണം അങ്ങനെയൊക്കെ. പിന്നെ 1-2 ഓഡിഷൻസിന് പോയി. ചില സിനിമയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഭയങ്കര കുഞ്ഞ് ക്യാരക്ടേഴ്സൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഓക്കെ ഇതെങ്കിലും സംഭവിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കും. പക്ഷെ ഹോപ്പ് വിട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ട്രൈ ചെയ്തു. അങ്ങനെയാണ് ജൂണിൽ ഓഡിഷൻ, ഡിഗ്രി കഴിഞ്ഞ സമയത്തായിരുന്നു ജൂണിൽ ഓഡിഷൻ നടക്കുന്നത്. ഭയങ്കര നല്ല അടിപൊളി ഒരു ഓഡിഷൻ. കാരണം അത്രയും നാൾ നമുക്ക് അങ്ങനെ ഒരു ഓഡിഷൻ, അതായത് കുറച്ച് ഫിൽട്ടർ ചെയ്തതിന് ശേഷമാണ് അവർ ഡയറക്റ്റ് ഓഡിഷന് വിളിച്ചത്. അവിടെ ചെന്ന് അറ്റൻഡ് ചെയ്യുന്നു, ഇതുപോലെ കിട്ടുന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു. ആക്ച്വലി ഫസ്റ്റ് തന്നെ ആ ഫ്രൈഡേ ഫിലിംസിൻ്റെ ഒരു സിനിമ, അതും ജൂൺ പോലൊരു സിനിമ. ജൂൺ റെക്കഗ്നൈസേഷൻ കിട്ടിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. പക്ഷെ കരിക്ക് എന്നെ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്തു. കരിക്കാണ് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ച കാര്യം. ഞാൻ അങ്ങോട്ട് പോയിട്ട് ട്രൈ ചെയ്യാണ്ട് ഇങ്ങനെ കിരൺ ചേട്ടൻ അതിനകത്ത് എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് എന്നെ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് വരുമോ അങ്ങനത്തെ ഒരു മൊമെൻ്റ് ആയിരുന്നു. എനിക്കറിയില്ലായിരുന്നു ഇതൊരു സീരീസ് ആണെന്നൊന്നും. അപ്പം നമ്മൾ ചെന്ന് കാണുന്നു, പെട്ടെന്ന് കരിക്ക് സംഭവിക്കുന്നു. പിന്നെ എനിക്കങ്ങനെ ഇപ്പോഴും നമ്മൾ കരിക്കിൻ്റെ വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്കേ വരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴും നമ്മൾ എവിടെ ചെന്നാലും കരിക്കിലെ എന്ന് പറയുന്നൊരു ടാഗുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. ആക്ച്വലി കരിക്കാണ് ഏറ്റവും ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞ സംഭവിച്ച കാര്യം. അതിന് ഭയങ്കര അതാണ് ശരിക്കും ഒരു മാനിഫെസ്റ്റ് ചെയ്ത ഒരു മൊമെൻ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കരിക്കാണ്. പക്ഷെ അതിന് ശേഷം ഇപ്പം ജൂൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ജൂൺ കാണുമ്പോൾ ഇത് കരിക്കിലെ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഒരു കുറേ ഏകദേശം ഒരു 10 വർഷം ആവുന്നു. ഭയങ്കര കുറച്ച് സിനിമയിൽ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു കാര്യമാണ്. കാരണം ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നുണ്ട്. ബാക്ക് ടു ബാക്ക് ചെറുതാണെങ്കിലും ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട്. ഇപ്പോഴും ഹോപ്പുണ്ട്. ഇപ്പോഴും എന്താ പറയുക,
കുറെ എന്താ പറയുക നമുക്ക് ഡ്രീം ആയിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് വരും എന്ന് ഇപ്പോഴും എനിക്ക് ഹോപ്പ് ഉണ്ട്. ട്രൈ ചെയ്തു. വരാതെ എളുപ്പമല്ലേ. അഭിരാം ചേട്ടൻ അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായി, അസോസിയേറ്റ് ഡയറക്ടറായി, ആക്ടറായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. ഈ അസിസ്റ്റിംഗ് ഒരു സിനിമ സംവിധാനം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണോ നിൽക്കുന്നത്? ഉടനെ ഉണ്ടാവുമോ അപ്പൊ അങ്ങനെ ഒരു സംഭവം? ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എൻ്റെ പണി നടക്കുന്നുണ്ട്. പ്രൊഡ്യൂസർ അടുത്തിരിക്കുകയാണല്ലോ, ആക്ടേഴ്സും ഉണ്ട്. ഒന്നും മേടിക്കാനില്ല. ഫുൾ ടീം സെറ്റ് ആണല്ലോ. യുദ്ധം ഒന്നും തീർന്നോട്ടായി. നമുക്ക് ഇനി ചെറിയൊരു റാപ്പിഡ് ഫയറിലേക്ക് ഒന്ന് പോയാലോ? എല്ലാവർക്കും കുറച്ച് കുറച്ചായിട്ട് ഞാൻ തരാം. ഓക്കെ, അതായത് ഞാൻ ചോദിക്കും, അതിൽ പെട്ടെന്ന് ആൻസർ പറയാം. കുറച്ച് ആലോചിച്ചാൽ മതി. ഓക്കെ, ഞാൻ സൈജു ചേട്ടനിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, രാവിലെ എഴുന്നേറ്റ ആദ്യം നോക്കുന്നത് കണ്ണാടിയിലാണോ ഫോണാണോ? ഫോൺ. സമയം എത്രയായിരുന്നു? ക്ലോക്കില്ല, ക്ലോക്ക് നോക്കില്ല. ക്ലോക്ക് ഉണ്ട്, പക്ഷേ നോക്കാറില്ല. അതിപ്പോ വാച്ച് ഉണ്ടെങ്കിൽ നമ്മുടെ ഫോണിലല്ലേ സമയം നോക്കുള്ളൂ ഇപ്പൊ അല്ലേ? അതെ. അഭിരാം ചേട്ടനോട് ജീവിതത്തിൽ തിരുത്തണം എന്ന് തോന്നിയ ഒരു കാര്യം? ഒരു കാര്യം ഒരുപാട്. അതിലൊരെണ്ണം പറ. ഒന്നും തോന്നിയില്ല. എന്നാ 2 എണ്ണം പറഞ്ഞോ. ഇല്ല, തിരുത്തണമെന്ന് തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് മലയാളി അല്ലാതെ വേറെ എന്തെങ്കിലും ഭാഷ പറയുന്ന ഒരാളായിട്ട് ജനിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് വേറെ ഭാഷകളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മൾ മലയാളത്തിനെ ഒട്ടും ഇത് പറയുന്നതല്ല, പക്ഷേ ഞാൻ വേറൊരു ഭാഷക്കാരനായിരുന്നെങ്കിലോ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അതെ, അത് ഞാനല്ല തിരുത്തേണ്ടത്, വേറെ ആൾക്കാരാണ് തിരുത്തേണ്ടത്. പറ്റിപ്പോയി. ശ്രുതി ചേച്ചിയോട് രാത്രി 2 മണിക്ക് വിശന്ന് എഴുന്നേറ്റാൽ ആദ്യം കഴിക്കാൻ ആയിട്ട് നോക്കുന്നൊരു കാര്യം സാധനം എന്തായിരിക്കും? 2 മണിക്കൊക്കെയോ മാഗി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് എന്നിട്ട് അങ്ങനത്തെ തരാം, ഞാൻ എല്ലാം തരാം. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. എൻ്റെ ഏറ്റവും ഈസി ആയിരുന്നു. അവർക്ക് എന്തോ ഒരു സാധനം എന്റെ മനസ്സിലുണ്ടായിരുന്നോ തോന്നുന്നു തിരുത്താൻ. ഓക്കെ, ജീവന്റെ അടുത്ത് ഒരിക്കലും തീരാത്ത ഒരു ആഗ്രഹം. തീരാത്തൊരാഗ്രഹം അങ്ങനെ അതും സിമ്പിൾ അല്ലേ? അത് സിമ്പിൾ അല്ലല്ലോ. എത്ര കിട്ടിയാലും നിനക്ക് പറഞ്ഞിരുന്നുണ്ട്. അതല്ലേ, അങ്ങനെയല്ലേ? ആഗ്രഹങ്ങൾ കുറെ ഉണ്ടല്ലോ, അത് തീർക്കാനാണ്. അതിലൊരാഗ്രഹം തീരില്ലാന്ന് വിചാരിച്ച നടക്കില്ല അല്ല, എന്നുവെച്ചാ അതിനോടുള്ളൊരു ആഗ്രഹം തീരത്തേ ഇല്ല. ഒരു കാര്യത്തിനോട് കിട്ടിയാലും സാറ്റിസ്ഫൈഡ് ആവില്ല. അങ്ങനെ ചോദിച്ചാ അതായത് കടല് കണ്ടിട്ട് നമുക്ക് തീരില്ല, കണ്ടോണ്ടിരിക്കാൻ തോന്നും. കടലൊഴുകി ആഗ്രഹങ്ങൾ കുറെ. ഇത് എന്ത് പറയാം, ലാലേട്ടന്റെ അഭിനയം അങ്ങനെ ഒരുപാടുണ്ടല്ലോ. ഇപ്പൊ തന്നെ കുറെ ഓപ്ഷൻസ് കിട്ടി. ഇതില് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ബാറ്റിംഗ് കഴിഞ്ഞ ഓരോ ഓപ്ഷൻ ഇല്ല. എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാകും. ട്രാവൽ ചെയ്യണ ആഗ്രഹം. ഒരിക്കലും തീരാത്തൊരാഗ്രഹമാണ്. ഓക്കെ, ട്രാവലിംഗ് മതി. ജിനലിന്റെ അടുത്ത് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു കാര്യം? പെട്ടെന്ന് ദേഷ്യം വരാനാ? അത് പെട്ടെന്നൊരു ചകളൊക്കെ തന്നാ, പെട്ടെന്ന് ചകളം തീർത്തുമ്പോ ഈശം കിട്ടാനുള്ള റീസൺ ഉണ്ടാക്കിയിട്ട് കിട്ടുന്നേ. അതില് പ്രസക്തില്ല. ഒരു ചോദ്യം കഴിഞ്ഞപ്പോ. ഓക്കെ, സൈജു ചേട്ടൻ്റെ അടുത്ത് ഒരു സീക്രട്ട് പവർ കിട്ടുകയാണെങ്കിൽ എന്ത് പവർ വേണം? പാസ്റ്റിലേക്ക് പോകാനുള്ള ടൈം ട്രാവൽ. അത് വെച്ചിട്ട് വേറെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വേറെ ഉണ്ടോ ആൻസർ? അല്ല, വേണ്ട, അത് മതി. അപ്പൊ പാസ്റ്റിലേക്ക് പോകാനുള്ള ഒരു കഴിവ് മാത്രം മതി. അവിടുന്ന് ഇപ്പൊ തിരിച്ചു വരണ്ടേ? പോയിട്ട് വരാനുള്ള കഴിവല്ലേ? ഓക്കെ, അടുത്ത ശ്രുതി ചേച്ചിയോടാ. ഒരാളോട് ഇപ്പം സംസാരിക്കാൻ മോഹിനിയാട്ടത്തിന്റെ ഈ മറ്റേ ഇത് വെച്ചിട്ട് എക്സ്പ്രഷൻസ് വെച്ച് മാത്രം സംസാരിക്കാൻ പറ്റുള്ളൂ, ആരെ സംസാരിക്കാനായിട്ട് ചൂസ് ചെയ്യും? മോഹിനിയാട്ടം അറിയുന്ന ഒരാളെ ചൂസ് ചെയ്യും, എന്നാലും എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ശരി, അത് വളരെ ശരി. മോനിയുടെ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമില്ല, എല്ലാവർക്കും മോനിയടത്തിനെ പറ്റി അറിയാം. എങ്ങനെ വേണേലും സംസാരിക്കാല്ലേ? ഓക്കെ, അഭിരാം ചേട്ടനോട് ചോദിക്കാം. ഒരാഴ്ച ഫോൺ യൂസ് ചെയ്യാതിരിക്കേണ്ട വന്നാൽ എന്ത് ചെയ്യും? ഫോൺ യൂസ് ചെയ്യാതിരിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യും? വേറെ എന്ത് ചെയ്യും? ഞാൻ കുറച്ചുകൂടെ ബുക്സിൽ പുസ്തക വായന ഈ ഫോൺ വന്നതിന് ശേഷമാണ് എൻ്റെ ബുക്ക് റീഡിങ് കംപ്ലീറ്റ് ആയിട്ട് അവസാനിച്ചത്. ഇപ്പോൾ പുസ്തകത്തിൻ്റെ ഒരു പേജിൽ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോഴേക്കും ഉറക്കം തരും. പക്ഷെ ഫോൺ നമ്മളിങ്ങനെ വേറെ രീതിയിൽ വിഷ്വലി എൻഗേജ്ഡ് ആയ ഒരു സാധനമായതുകൊണ്ട്
ഐ എം ഓൾമോസ്റ്റ് അഡിക്റ്റഡ് ടു ഫോൺ. പക്ഷെ അത് ഇല്ലാതായി കഴിഞ്ഞാൽ ഞാൻ പുസ്തകത്തിലേക്ക് ഞാൻ ഇപ്പം മനസ്സിലാഗ്രഹിക്കുന്നുണ്ട് റീഡിങ്ങിലോട്ട് തിരിച്ചു വരണമെന്ന്. എങ്ങനെയെങ്കിലും ആ കപ്പാസിറ്റി ഒന്ന് തിരിച്ചെടുക്കണമെന്ന്. സോ അതായിരിക്കും ഞാൻ പുസ്തകങ്ങൾ വായിക്കും ഫോണില്ലാതെ വന്നാൽ. അല്ല, ഒരു ഡയറക്ടർ ആവുമ്പം നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണം എന്നൊക്കെ അല്ലേ? പുസ്തകം എന്തായാലും വായിക്കാൻ ഡയറക്ടറാവുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ എനിക്കറിയില്ല. ഞാൻ ഒരു പക്ഷേ ഈ റൈറ്റിങ്ങിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് സ്ക്രിപ്റ്റ് കേൾക്കേണ്ട ഒരു സമയത്ത് നമുക്ക് പെട്ടെന്നൊരു വൊക്കാബുലറി ഇതായി പോസ് ചെയ്യോട്ടെ, പെട്ടെന്ന് നമുക്ക് കിട്ടൂല. അപ്പോൾ അതിൽ അത് കിട്ടാനുള്ള മെറ്റീരിയലാണ് ഈ ബുക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് എപ്പോഴോ വായിച്ചതാണ് ഇങ്ങനെ ബ്രെയിനിൽ കിടക്കുന്നുണ്ട്. നമുക്ക് ആ വാക്കുകളും സാധനങ്ങളൊക്കെ ആ പ്രയോഗങ്ങളൊക്കെ ചിലപ്പോൾ വരുമായിരിക്കും. അപ്പോൾ അതെനിക്ക് ഞാൻ ഭയങ്കര മിസ് ചെയ്തത്. ആ കോളേജ് ടൈമിൽ പിന്നെ ഞാൻ ടീച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചത്. ഇനി ഐഫോൺ പരിപാടിയൊക്കെ വന്നതിന് ശേഷം പിന്നെ കംപ്ലീറ്റ്ലി ടോട്ടലി ഇൻ ടു വിഷ്വൽ. ഫോണില്ലാതെ വന്നാൽ ഞാൻ സിനിമ കാണാൻ പറ്റില്ലേ? ഞാൻ സിനിമ കാണുകയും പുസ്തകം വായിക്കുകയും ക്രിക്കറ്റ് കളിക്കുകയും ജിമ്മിൽ പോകും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വീകരിക്കും. അതല്ലാതെ അല്ലേ? താത്വികമായിട്ടുള്ള ചോദ്യമല്ലായിരുന്നു അത്? നല്ല ചോദ്യമല്ലേ അത്? അല്ല, പക്ഷേ ഈ പടങ്ങളുണ്ടായി. ഇപ്പോൾ പങ്കജ് കപൂറിൻ്റെ ഒരു പടം വന്നിട്ടുണ്ടായിരുന്നില്ലേ, പേര് ഞാൻ മറന്നുപോയി, ഞാൻ പറഞ്ഞായിരുന്നു. അതിനകത്ത് പങ്കജ് കപൂർ നെറ്റ്ഫ്ലിക്സിൽ ഉണ്ട് കേട്ടോ, ആ പടം പേര് മറന്നു കേട്ടോ. ഇതാണ് കൺസെപ്റ്റ്. അതായത് ഒരു ഫാമിലിയിൽ പങ്കജ് കപൂറിൻ്റെ കയ്യിൽ 1 കോടിയുടെ സ്വത്തുണ്ട്. അപ്പോൾ മക്കൾക്കും മക്കളുടെ മക്കൾക്കൊക്കെ സ്വത്ത് വീതിച്ചു കൊടുക്കണം. പക്ഷേ സ്വത്ത് വീതിച്ചു കൊടുക്കാൻ ഒരു കണ്ടീഷൻ, നിങ്ങൾ 1 മാസം ഡിജിറ്റൽ ബാൻ, അതായത് ഒന്നും ഉപയോഗിക്കരുത് എന്നല്ല. അപ്പോൾ അത് ആ കുടുംബത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഫോണില്ലാതെ ഇൻ്റർനെറ്റ് ഇല്ലാതെ എങ്ങനെ ഇവർ 1 മാസം സർവൈവ് ചെയ്യുന്നു. അപ്പോൾ പങ്കജ് കപൂർ ഒരു സീരിയലായിട്ടുള്ള ആൾ, അയാൾ ഈ കാര്യം ഇവരെ കൊണ്ട് ചെയ്യിക്കും. ഇവർ ഈ 1 കോടിക്ക് വേണ്ടിയിട്ട് അതും ചെയ്യാൻ തയ്യാറാണ്. ഇൻ ദ സെൻസ് മക്കളാണെങ്കിലും പൈസയിലാണ് കിട്ടുന്നത്. അപ്പോൾ അവർ വെൻ ദേ ഗോ ത്രൂ ദാറ്റ് പ്രോസസ്സ്, അപ്പോഴാണ് ഞാനും ആലോചിക്കുന്നത് ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇന്നത്തെ കാലത്ത് നമ്മളങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ. ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്, ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമായിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് ആൾക്കാർ എടുത്ത് കഴിഞ്ഞാൽ ഈ ഇന്റർവ്യൂ ഒന്നും ആൾക്കാർ കാണില്ലല്ലോ. അത് ശരിയാണ്. ഇതിന്റെ പ്രൊമോഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ആലോചിക്കാം. ഓക്കെ, ജീവന്റെ അടുത്ത് കണ്ണാടിയിൽ നോക്കുമ്പോ ആദ്യം മനസ്സിൽ വരുന്ന കാര്യം? കണ്ണാടിയിൽ നോക്കുമ്പോ നമ്മളല്ലേ കാണണം. അപ്പൊ മനസ്സിലെന്താ അപ്പൊ എന്താ തോന്നുന്നത്? എനിക്കൊക്കെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഹായ് സുന്ദരിയാണല്ലോ എന്നൊക്കെ തോന്നുന്നു. നീ എന്നെ ദിവസം പറഞ്ഞില്ലേ ഇങ്ങനെ കണ്ണാടി നോക്കുമ്പോഴത്തേക്ക് നിനക്ക് തോന്നുന്നത് ഇവനാണെന്ന് തോന്നുന്നു. പറ, കണ്ണാടി നോക്കുമ്പോ ആദ്യം തോന്നുന്നു മുടി ജീവനൊക്കെ തോന്നും. ശരി കേട്ടോ, ഇതിന് 1/2 മാർക്കേ ഉള്ളു കേട്ടോ. ഓക്കെ, അത് മതി ആൻസർ, അത് മതി. ഓക്കെ, ഒരു ലോട്ടറി അടിച്ചാൽ എന്ത് ചെയ്യും? ഓണം ബമ്പർ അടിച്ചു. ഓണം ബമ്പർ 12 കോടി, 25 കോടി. ടാക്സ് എല്ലാം കൂടെ കഴിഞ്ഞ ഒരു 17 കൈ കിട്ടും. സൈജോട്ടായിട്ട് ചേർന്നൊരു പടം അതും കൊണ്ട് എന്ത് ചെയ്യുന്നേ? ഫസ്റ്റ് എന്ത് ചെയ്യും? ഞാൻ ഇച്ചിരി അരച്ചു കൊടുക്കും, പിന്നെ ബാക്കി സേവടിച്ചൊക്കെ ബാക്കി ഫുള്ള് സേവ് ചെയ്യും. ഒന്നും ചെയ്യില്ല അങ്ങനെ. സ്വന്തമായിട്ട് ഇപ്പം ട്രാവല് അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹിച്ച എന്തെങ്കിലും സാധനം വാങ്ങുക അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെ ട്രാവൽ ചെയ്യാൻ നോക്കട്ടെ, അതെല്ലാം കൂടി കൊണ്ടുപോകും. കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, മതി. മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദുശീലം? തിരുത്തണം. സെയിം ക്വസ്റ്റ്യൻ. ഇത് ദുശീലം. ഇത് ദുശീലം. വേറൊരു ദുശീലം ഇല്ല. വളരെ മഞ്ഞിനായ ഇപ്പൊ ഫോണിന്റെ തന്നെ വേണമെങ്കിൽ പറയാം. ഫോൺ ഒരുപാട് യൂസ് അതും പറഞ്ഞു, പക്ഷെ ഫോൺ ഒരു ദുശീലമായിട്ട് ഞാൻ കാണുന്നില്ല. ഫോൺ വേറൊരു സ്ട്രീമാണ്. അങ്ങനെ ഒരു ദുശീലം എനിക്കില്ല എന്ന് ഞാൻ പറയും. ഇല്ല. ഓക്കെ, റാപ്പിഡായിട്ട് പറയുന്നത്. ഇത് ഞാൻ സജീഷനോട് ചോദിക്കാനിരുന്നത്, പക്ഷെ അത് ചേച്ചിയോട് ചോദിക്കാം. അതായിട്ട് കണക്ട് ചെയ്ത ആൻസർ നേരത്തെ പറഞ്ഞോണ്ടാ. ടൈം ട്രാവൽ ചെയ്യാനൊരു ചാൻസ് കിട്ടിയാൽ പാസ്റ്റിൽ പോകുമോ ഫ്യൂച്ചറിൽ പോകുമോ? പാസ്റ്റിൽ. എല്ലാവർക്കും പാസ്റ്റിൽ പോയിട്ട് ഇതുപോലെ പറ്റിപ്പോയ എന്തെങ്കിലും കാര്യങ്ങൾ തിരുത്താമല്ലോ, അതിലൊരു ഓപ്ഷൻ. പാസ്റ്റിന്റെയാണല്ലോ മെമ്മറീസ് ഉള്ളത്, മറ്റൊരു മെമ്മറി ഇല്ല. എന്തെങ്കിലും ബാഡ് മെമ്മറി ഉണ്ടെങ്കിൽ അതപ്പം നേരെ ഇല്ല, ബാഡ് മെമ്മറിയുടെ സമയത്തേക്ക് പോകണ്ട, ഗുഡ് മെമ്മറീസിൽ പോവാ. അതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പ്രസന്റിലെത്തും.
അല്ല ഇതുപോലെ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും നമുക്ക് റിഗ്രറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവല്ലോ പാസ്റ്റിൽ ചെയ്ത്, അതൊക്കെ തിരുത്താൻ വേണ്ടി ട്രൈ ചെയ്യും പാസ്റ്റിൽ പോയിട്ട്. സൈജുചേട്ടൻ്റെ അടുത്ത് ഒരു ലിഫ്റ്റിൽ സ്റ്റക്കായി പോവാണ്. ഈ കൂട്ടത്തിൽ ഒരാള് ആ കൂട്ടത്തിൽ കൂടെ സ്റ്റക്ക് ആവാനായിട്ട് ഉണ്ടാവും. ആരെ ചൂസ് ചെയ്യും? ജിനിലിനെ. അതെന്താ? അല്ല ഒരു എന്താണ് നല്ല എന്റർടൈനിങ് ആണോ? ഞാനൊക്കെ സൈഡ് പോയി ആരും വേണ്ട. അടുത്ത ഒരെണ്ണം കൂടെ സഹിച്ചേട്ടൻ്റെ അടുത്താ. ഒരു ദിവസം വീട്ടിലെ ഫുൾ പണി ചെയ്യണം, ഒരു ടാസ്ക്, ഓർ ഒരു ദിവസം 10 ഇന്റർവ്യൂ കൊടുക്കും. ഏത് ചൂസ് ചെയ്യും? അത് കുറച്ചുകൂടെ ഈസി വീട്ടിൽ പണി ചെയ്യാനായിരിക്കും ഇന്റർവ്യൂസിനേക്കാളും. സീരിയസ്ലി ഇന്റർവ്യൂസ് ആക്ച്വലി ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ് ഇന്റർവ്യൂസ്. ഡെഫിനറ്റ്ലി. ഇപ്പം നമ്മളിപ്പോൾ ചിരിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി ഭയങ്കര സ്ട്രെസ്ഫുൾ ആണെന്ന് വെച്ചാൽ മറ്റേത് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഞാൻ ആദ്യം പാത്രം കഴുകുന്നു, ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, അതൊക്കെ നമുക്ക് നമ്മുടെ രീതിയിൽ ചെയ്യാം. ഇത് എന്ത് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ അധികം ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നമ്മൾ അതിന് ഉത്തരം പറയണം. ചിലയിടത്തൊക്കെ ബബ്ബ അടിക്കുകയും ചെയ്യും, നമുക്കൊരു കറക്റ്റ് ഉത്തരം പറയാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ചോദിച്ച ചോദ്യത്തിന് പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ എന്നൊക്കെയുള്ളൊരു ചോദ്യം ചോദിച്ചില്ലായിരുന്നോ? അതിന് തന്നെയാണോ ഞാൻ ആൻസർ ചെയ്തെന്നുള്ളത് എനിക്കിപ്പോഴും വ്യക്തമല്ല. ഞാൻ ഡൈവേർട്ടായി പോയിട്ടുണ്ട്, ടു ദ പോയിന്റ് അല്ല ആൻസർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത് ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. ഇത് ഇത്രയും ആലോചിച്ച് നമ്മൾ പറയണ്ടേ? മറ്റേത് നമ്മുടെ കയ്യിലുള്ള കാര്യമാണ്. നമുക്ക് ഓക്കെ ഫ്ലോർ ക്ലീൻ ചെയ്യുക ആദ്യം, അത് നമുക്ക് ഓക്കെ ഒരു റൂമിൻ്റെ ചെയ്തു, ഇനിയിപ്പോൾ നമുക്ക് അത് ബോറടിച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേലേക്ക് പോകുന്നു. ഇതിപ്പം ഇൻ്റർവ്യൂസിൽ നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് അത്രയും പ്രയാസമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ, നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കണമെങ്കിൽ അടുത്തതിനെയൊക്കെ ബാധിക്കും, അത് അടുത്ത ഇൻ്റർവ്യൂസിനെ ബാധിക്കും അത്. അപ്പോൾ അതാണ് ഞാൻ സ്ട്രെസ്ഫുൾ എന്ന് പറഞ്ഞത്. അപ്പോൾ വീട്ടുപണി പിടിക്കാം. ഇവിടെ പൈസ, സമാധാനം ഓർ സിനിമ, ഏത് വേണം? ഏത് ചൂസ് ചെയ്യും? സമാധാനമുള്ള മെയിൻ. ബാക്കി 2 വേണം. അല്ല അതും വേണം കൂടെ. അഭിരാം ചേട്ടൻ്റെ അടുത്ത്. അയ്യോ പേടിക്കണ്ട, സിമ്പിളാ. ഇപ്പൊ കോടികൾ പ്രതിഫലം കിട്ടുന്ന ഒരു സിനിമ വന്നു, പക്ഷെ ഒരിക്കലും ചെയ്യില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്ന ഒരു ക്യാരക്ടറാണത്. ആ ക്യാരക്ടർ ചൂസ് ചെയ്യോ? ഇങ്ങനത്തെ ഒറ്റവാക്കാണ്, ഇങ്ങനത്തെ റാപ്പിഡ് ഫയറാണ് ഞാൻ വിചാരിച്ചത്. ഓക്കെ, ശ്രുതി ചേച്ചിയോട് ഒരു മാസം മുഴുവൻ ഒരൊറ്റ ഫുഡേ കഴിക്കാൻ പറ്റുള്ളൂ, ഏത് ഫുഡ് കഴിക്കും? കഞ്ഞിയും പയറും ഇഷ്ടമാണ്. ചമ്മന്തി. ഓക്കെ, ജിനിലിൻ്റെ അടുത്ത് വർഷങ്ങൾക്ക് മുമ്പ് പരിചയം ഉണ്ടായിരുന്ന ഒരാള്, പക്ഷെ ആരാണെന്നുള്ളത് മറന്നുപോയി, അയാൾ വന്ന് സംസാരിക്കുക, എങ്ങനെ അയാളുടെ അടുത്ത് സംസാരിച്ച് നിൽക്കും? സ്ഥിരം കാണിക്കാറുണ്ട്, ഇവെല്ലാം മരിക്കാനും ഇങ്ങനെ. അപ്പൊ എങ്ങനെയാ അത് മാനേജ് ചെയ്യുന്നത്? ഞാൻ പറയണ കേൾക്കൂ, അതിന് അവസാനം പറയാൻ ഞാനല്ല മറ്റൊരാളെന്ന് പറയാം. എല്ലാം കേട്ട് നിന്നിട്ടോ? ഓ, അവനാണെന്ന് വിചാരിച്ച് നിന്നോട് സംസാരിക്കും. അങ്ങനെ 2 പേർക്ക് ഉണ്ടാവാറുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇപ്പോഴും തിരിച്ചറിയില്ലല്ലേ? അല്ല, എന്റെ ഫ്രണ്ട്സ് വേറെ, എന്റെ ഫ്രണ്ട്സ് വേറെ, അങ്ങനെ. പിന്നെ വേറൊരു ഗ്യാങ്. ടാസ്ക് ആണല്ലേ? ഓക്കെ. ഇവന്മാരെ പൊതുവെ എറണാകുളത്ത് വരുന്ന ആൾക്കാർക്ക് അറിയാം, എറണാകുളം വെറുതെ പ്രാന്തപ്രദേശങ്ങൾ നടക്കുന്ന അവർക്ക് കാണുന്നത്. അതായത് ബാക്കി കേരളത്തിന് ഒരു പുതുമയാണ് ഇവര്, പക്ഷേ എറണാകുളം സംബന്ധിച്ചിടത്തോളം എപ്പോഴും കാണാറുണ്ട്, റോഡ് സൈഡിൽ ഉണ്ടാവാറുണ്ട്, കാണാറുണ്ട്. ഓക്കെ, സൈചേട്ടനോട് പൈസ ചെലവാക്കാൻ ഏറ്റവും മടിയുള്ളൊരു കാര്യം? എനിക്ക് ഈ ആക്സസറീസ് അല്ലെങ്കിൽ വണ്ടി, അതിലൊക്കെ എനിക്ക് കാശ് ചിലവാക്കുന്നതിൽ എനിക്കതൊരു വേസ്റ്റാന്ന് ഫീൽ ചെയ്യുമായിരുന്നു. ഇപ്പം വണ്ടിയിലില്ല, എന്ന് വെച്ചാൽ വണ്ടി കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള വണ്ടി, എൻ്റെ അച്ഛൻ ആക്സിഡൻറ്റിൽ മരിച്ചതിന് ശേഷം കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള വണ്ടി വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ കാശ് കൂടുതൽ ചിലവാക്കിയാൽ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള വണ്ടികൾ കിട്ടും. പിന്നെ ടോട്ടൽ സേഫ്റ്റി ഒന്നിലും ഉണ്ടാവില്ല. പക്ഷേ ഗാഡ്ജറ്റ്സ്, അതിലിപ്പം ഒരു ഹൈ എൻഡ് മൊബൈൽ വേണമെന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടല്ലോ, ആ ചിന്തകളൊന്നും എനിക്കില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വാച്ച് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള, ഞാൻ ഫസ്റ്റ് കോപ്പിയൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ ഇതിനെപ്പറ്റി അറിയാവുന്ന കൂട്ടുകാരെന്നെ കളിയാക്കി. പിന്നെ ഞാൻ ഒറിജിനൽ വാച്ചസ് ആക്ച്വലി എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞാൻ കാശ് കൊടുത്ത് മേടിച്ചിരിക്കുന്നതൊക്കെ 2000 രൂപ 2500 രൂപ വില വരുന്ന വാച്ചുകളാണ്.
അവന് കുറച്ചുകൂടെ കോസ്റ്റ്ലി വാച്ചൊക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് ഗിഫ്റ്റ് തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് കോപ്പി എന്ന് പറഞ്ഞ സാധനമില്ലേ, ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് യൂസ് ചെയ്താൽ അത് ആൾക്കാർക്ക് മനസ്സിലാവും, അറിയാവുന്നവർക്ക് മനസ്സിലാവും. ഇപ്പം വീഡിയോസ് ഒക്കെ വരുമല്ലോ. അതെ വീഡിയോസ് ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അത് യൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് എന്നെ 1-2 പേര് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് മനസ്സിലായി, ഞാനത് യൂസ് ചെയ്യാറില്ല. ഇത് ഒറിജിനലാണ്. ഇത് ഒറിജിനലാണ്, ലോഞ്ചീൻസിൻ്റെ. ഇത് സാബുമോൻ ഇല്ലേ, സാബുമോൻ ഗിഫ്റ്റ് തന്നതാണ്. ഓ, ഞാൻ സാബുമോനാണ് വൺ ഓഫ് ദ പേഴ്സൺ ഹു സെഡ് ദാറ്റ് ഡോണ്ട് യൂസ് ഫസ്റ്റ് കോപ്പി, ഡ്യൂപ്ലിക്കേറ്റ് യൂസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇതെടുത്ത് തന്നു. ഇതിന് അത്യാവശ്യം വിലയുള്ളതാണ്. ഓക്കെ. സാബുമോൻ്റെ നല്ല മനസ്സ്. ഓക്കെ, അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ അബ്രാം ചേട്ടനോട് തന്നെ. അല്ല, ശ്രുതിക്കല്ലേ? ഇവന് കിട്ടിയില്ല കേട്ടോ. എനിക്ക് കഴിഞ്ഞു. കുഴപ്പമില്ല. ആരെങ്കിലും സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ ചിരി വരാറുണ്ടോ? ഇപ്പൊ തന്നെ. അപ്പൊ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക സിറ്റുവേഷൻ? അപ്പൊ അവര് സീരിയസ് ആയിട്ട് പറഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് മനസ്സിലാവും എനിക്ക് അത്രയും സീരിയസ്നെസ് ഇല്ല. അതായത് അങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, അതല്ല. പക്ഷേ എൻ്റെ ഒരു നാച്ചുറൽ സ്വഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പം കുറച്ച് ഹ്യൂമറോ എന്തെങ്കിലുമൊക്കെ വരുന്ന രീതിയിൽ കുറച്ച് എൻജോയ് ചെയ്തിട്ട് സംസാരം എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ ലേശം ഞാൻ ലൈറ്റായിട്ടാണ് സംസാരിക്കാറ്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേ ഞാൻ വളരെ സീരിയസ് വിഷയത്തിന്, ഇപ്പോൾ ഇവരുടെ മോഹിനിയാട്ടത്തിൻ്റെ കഥ തന്നെ എടുക്കുകയാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ടൊരു വിഷയം തുടക്കണം, പക്ഷെ നമ്മളത് വളരെ ലൈറ്റായിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ആ ക്യാരക്ടറും എൻ്റെ സ്വഭാവം. എനിക്കറിയില്ല ഏതോ തരത്തിൽ എൻ്റെ സ്വഭാവമായിട്ട് ഈ ക്യാരക്ടറിൻ്റെ ബന്ധമുണ്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞു. വലിയ പ്രിപ്പറേഷൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ തന്നെ അങ്ങോട്ട് വന്നാൽ മതി. എന്തോ ഞാൻ അങ്ങനെ കണ്ടീഷൻ ആയിട്ടുണ്ട്. ഒരു സുഭാഷ് സ്വഭാവം എന്തെങ്കിലും വന്നിട്ടുണ്ട്, അത് എൻജോയ് ചെയ്യുന്നത് ആക്ച്വലി. ഞങ്ങളിപ്പോ ഇടയ്ക്കിടയ്ക്ക് പറയും സുഭാഷ് ആവല്ലേ. ഓക്കെ, ഇപ്പൊ സജിച്ചേട്ടാ ഇപ്പം ഒരുപാട് വർഷമായി സിനിമയിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇപ്പം തുടങ്ങി ഇപ്പം അയോഗത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്ക് വരുമ്പം സിനിമ ഒരുപാട് മാറിയല്ലോ, ഇവോൾവ് ആയി. ഇപ്പം സിനിമ ചെയ്യുന്ന രീതികൾ മാറി, കൂടുതലുള്ള ആക്ടേഴ്സ് മാറി. ഇപ്പോഴത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയുടെ യൂസ് ഒക്കെ ഒരുപാട് കൂടി. ഇപ്പം അവിടെ നിന്നും ഒരുപാട് ആക്ടേഴ്സ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നുണ്ടല്ലോ. അപ്പം എങ്ങനെയാണ് ശരിക്കും ഇപ്പൊ ചേട്ടനെ പോലെ ഒരാള് ഒരുപാട് കഥകൾ വരുമ്പം അതിൽ നിന്ന് പിക്ക് ചെയ്യുന്നതാണേലും സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് നല്ല സ്ക്രിപ്റ്റുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നതിലൂടെയാണല്ലോ ആ സസ്റ്റൈനബിലിറ്റി നമ്മൾ കീപ്പ് ചെയ്യുന്നത്. എങ്ങനെയായിരിക്കും ചേട്ടൻ്റെ ആ ഒരു ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു രീതി എങ്ങനെയായിരിക്കും? ഡെഫിനറ്റ്ലി നല്ല സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു രീതി. ഞാൻ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ബാക്ക് ഓഫ് മൈൻഡ് ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ബോക്സ് ഓഫീസ് റിസൾട്ട് നമുക്ക് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആൾക്കാർ സിനിമ ആരൊക്കെ കാണുന്നോ അവർക്ക് ആ പടം മോശമല്ലാത്തൊരു പടമായിട്ട് ഫീൽ ചെയ്യണം. പിന്നെ നമ്മുടെ ഏരിയ ഇപ്പം എൻ്റെ ജോലി അഭിനയമാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിനയം ഞാൻ എന്താണ് കുറവാക്കിയോ അല്ലെങ്കിൽ കൂടുതലാക്കിയോ എന്നുള്ളത് പറയാൻ പാടില്ല. ആ ക്യാരക്ടറിന് എന്താണ് ആവശ്യം അത് നമ്മൾ ചെയ്യുക. അത് ചെയ്തിട്ട് ആൾക്കാർ പറയണം ഓക്കെ ദിസ് ആക്ടർ വാസ് ഗുഡ് ഇൻ ദാറ്റ് മൂവി. അപ്പോൾ ഇതാണ് ബാക്ക് ഓഫ് ദി മൈൻഡിൻ്റെ എപ്പോഴും ഉള്ളത് ഞാൻ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം എനിക്ക് ഇപ്പോൾ ഈ എൻ്റെ സെക്കൻഡ് റൗണ്ട് ഓഫ് ലീഡ് റോൾസ് ഞാൻ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഉള്ള എൻ്റെ ഭൂരിഭാഗം സിനിമകളും ഇപ്പോൾ ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റായിട്ടില്ലെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ആൾക്കാർ ആരും നെഗറ്റീവ് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പം അറയ്ക്കൽ അബുവായിട്ട് വീണ്ടും വരുമ്പോൾ വീണ്ടും ആ ഡ്രസ്സൊക്കെ ഇട്ട് ഇതൊക്കെ വെച്ച് ഇങ്ങനെ വന്നപ്പം എങ്ങനെയായിരുന്നു? മോഹിനിയാട്ടത്തിനിടയിൽ ആട് കൊണ്ടുവരുന്ന അല്ല, എന്നാലും കിട്ടിട്ട് ചോദിക്കാതിരിക്കുന്ന മോശം. അത് ഭയങ്കര രോമാഞ്ചമായിരുന്നു. അതെ വീണ്ടും 3ാമത്തെ പ്രാവശ്യമാണല്ലോ. പിന്നെ പ്രത്യേകിച്ച് ഒരു രോമാഞ്ചം കൂടുതലാകാൻ കാരണം വെച്ചാൽ ആട് 3-ൽ നമ്മൾ അഭിനയിക്കുന്നു. പക്ഷേ നമ്മൾ ആദ്യം മറ്റേ പഴയ ടൈം ലൈനിലെ കോമൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് അറയ്ക്കൽ അബുവിലേക്ക് എത്താനുള്ളൊരു തിടുക്കമുണ്ടല്ലോ. അത് എനിക്ക് മാത്രമല്ല, ഇപ്പോൾ ജയസൂര്യക്ക് ഷാജി പാപ്പറിലേക്ക് എത്താനുള്ള തിടുക്കമായിരുന്നു. അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിന് അവരവരുടെ ഒറിജിനൽ ക്യാരക്ടേഴ്സിലേക്ക് എത്താനുള്ളൊരു തിടുക്കം ഉണ്ടായിരുന്നു. ഇതിനെപ്പറ്റി ഞാനും ജയസൂര്യ സംസാരിച്ചിട്ടുമുണ്ട്. നമ്മളിത് പഴയ ടൈം ലൈൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ജയനോട് ചോദിച്ചു, സജി ഒരു തിടുക്കമില്ല അബുവാകാൻ വേണ്ടി. ഞാൻ പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഉണ്ട്, പക്ഷേ ഇതിപ്പോൾ മഴ ഒഴിഞ്ഞിട്ട് വേണം നമ്മൾ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ഞാനത് കുറേ ദിവസം വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ അറിയുവാണ് എൻ്റെ പഴയ ടൈം ലൈനിലെ എൻ്റെ ക്യാരക്ടറിൻ്റെ സീൻസ് കഴിഞ്ഞു, നമ്മൾ മറ്റന്നാൾ തൊട്ട് ഇത് ചെയ്യാൻ പോവാണ്, അറയ്ക്കൽ അബുവിൻ്റെ ഇൻട്രോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അന്ന് ക്യാരവനിൽ താടിയൊക്കെ വടിച്ച് പുൽകാനാക്കി മീശയൊക്കെ പിരിച്ചു വെച്ച് കണ്ണൊക്കെ എഴുതി ഇവിടെ ഒരു മാർക്കൊക്കെ തന്ന് തൊപ്പിയൊക്കെ വെച്ച് ആ വയലറ്റ് ഷർട്ടും
മുണ്ടൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അറക്കലവ് വാങ്ങി മാറി. ഫുൾ ചാർജ് ആയല്ലേ ഭയങ്കര കോരിത്തരിക്കുന്ന മൂവ്മെൻ്റ്. അപ്പൊ അതിപ്പം ഉടനെ വരികയാണല്ലോ. അപ്പൊ ആട് 3യുടെ ഒരു എക്സ്പെക്ടേഷൻ എങ്ങനെയായിരിക്കും? ഓഡിയൻസിനുള്ള എക്സ്പെക്റ്റേഷൻ തന്നെയാണ് എനിക്കും. അതുകൊണ്ട് തന്നെ ഭയങ്കര എന്താണ് ടെൻഷനുമാണ് അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ. ഇപ്പോൾ നമ്മളിപ്പം താങ്കളുമായിട്ട് ഇൻട്രാക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അതിനെപ്പറ്റി മറന്നിരിക്കുമായിരുന്നു. അപ്പോൾ ടെൻഷൻ ഇല്ലായിരുന്നു. ഞാൻ ഓർമ്മിപ്പിച്ചല്ലേ? ഇപ്പോൾ ഓർമ്മിച്ചു. അപ്പോൾ ഞാൻ അതിലേക്ക് പോയി. അപ്പോൾ എനിക്ക് വീണ്ടും അയ്യോ 90th അത് വരുവാണല്ലോ, അപ്പം എന്താകും എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. പക്ഷേ ഭയങ്കര ഹൈപ്പാണല്ലോ. അപ്പം ഹൈപ്പ് കൂടുന്തോറും നമുക്കും ഈ പറഞ്ഞ പോലെ എക്സ്പെക്റ്റേഷൻ കൂടുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അതൊരു സുഖമുള്ള ടെൻഷനാണ്. പക്ഷേ ടെൻഷൻ ഒരു എത്രമാത്രം സുഖം കിട്ടിയാലും അതിൻ്റെ അകത്തൊരു അസുഖമുണ്ട്. ഇപ്പൊ അഭിരാം ചേട്ടൻ ഇപ്പം 10 വർഷം കഴിഞ്ഞു. നേരത്തെ ചേച്ചിയുടെ പറഞ്ഞു 10 വർഷം കഴിഞ്ഞു രണ്ടുപേരും 10 വർഷമായി ഏകദേശം. അപ്പൊ ഈ 10 വർഷത്തെ ഒരു ഇപ്പൊ ഇതുവരെ ഉള്ളൊരു യാത്ര നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്? ഒരുപാട് പ്രതീക്ഷകളില്ലാത്തൊരു വ്യക്തിയായി അതുകൊണ്ട് തന്നെ ഞാൻ ആസ് അസിസ്റ്റന്റ് ഡയറക്ടർ നമ്മൾ ജോലി ചെയ്യാൻ തുടങ്ങിയാണ്. സിനിമയോട് ഉള്ള ഒരു ഇഷ്ടം അന്നും ഉള്ള ഇഷ്ടം തന്നെയാണ് ഇപ്പോഴും. സിനിമയോടുള്ള ഇഷ്ടം, സിനിമ മേഖലയെ ബന്ധപ്പെട്ടിട്ട് ഏത് ജോലി ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സിനിമയിൽ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. 10 വർഷം കടന്നുപോയത് അറിഞ്ഞില്ല, പെട്ടെന്നായി പോയി. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരുപാട് ഈ സിനിമയിൽ ഓൾറെഡി അപ്പോൾ സൈജോട്ടിനെ പോലത്തെ ആൾക്കാർ, സുരാജേട്ടൻ, ഇങ്ങനത്തെ കുറച്ച് ചേട്ടന്മാരുണ്ട് എനിക്ക്. ഞാൻ ചേട്ടാന്ന് വിളിക്കുകയും യഥാർത്ഥത്തിൽ നമ്മളെ അത്തരത്തിൽ ബന്ധമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതായത് ഒരാളാണ് സൈജോട്ടൻ, സുരാജേട്ടൻ, സൗദി, സിദ്ധു, കുറച്ച് ആൾക്കാരുണ്ട് നമുക്ക് സിനിമയിൽ എന്നുള്ളത് തന്നെ. ഇവർക്കൊക്കെ എന്നെ ഇപ്പോൾ മമ്മൂക്ക ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റും, അവർക്കൊക്കെ എന്നെ അറിയാം എന്ന് പറഞ്ഞത് തന്നെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു അവാർഡ് കിട്ടിയ പോലെ തന്നെയാണ് ഞാൻ കാണുന്നത്. വളരെ സന്തോഷം. നിങ്ങൾ ഇനിയും എങ്ങനെയായിരിക്കും സിനിമയിലോട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കണമല്ലോ? അപ്പം എന്താണ് മലയാള സിനിമയിലേക്ക് ഇപ്പൊ എൻ്റർ ആയിട്ട് അടുത്ത ഭാവി എങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇതെങ്കിലും പറഞ്ഞു. അതെ, ഇതെങ്കിലും പറ. അത് കിട്ടുന്ന അവസരങ്ങള് എല്ലാം പിടിക്കാന്ന് ആലോചിച്ചിരിക്കുന്നു. ഇവിടുന്ന് ഒരു വാക്ക് പറയും, ഇവിടെ അടുത്ത വാക്ക്, അങ്ങനെ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യണം. ഒരു ചെറിയ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ലോക സിനിമയിൽ തന്നെ ഇങ്ങനത്തെ ഒരു പ്രതിഭാസം ഉണ്ടാവില്ല. ഒരേപോലത്തെ 2 ആക്ടേഴ്സ് അല്ലല്ലോ മനസ്സിലായോ? അപ്പോൾ ചില സിനിമകളിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇവനായിരിക്കും വിളിച്ചിട്ടുണ്ടാവില്ല, അഡ്വാൻസ് ഇവനായിരിക്കും ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അവർക്കെന്താ പറയാ, ആരായാലും അവർക്ക് അല്ല ഈ മറ്റേ മേനെ പ്യാർ കിയ സിനിമയില് പറ്റിപ്പോയി, ആർക്ക് പറ്റിപ്പോയി? ജീവനല്ലേ ഉണ്ടായിരുന്നു. അത് ശരിക്കും 2 പേരും ഉണ്ടാവെന്ന് പറഞ്ഞ, പിന്നെ ചിലപ്പോ ഒരാള് മതിയാവെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ അഭിനയിക്കാൻ പോകുമ്പോ അവൻ മാനേജറായിട്ട് പോകും. അവൻ അഭിനയിക്കാൻ നമ്മുടെ ലൊക്കേഷനിൽ ഷൂട്ട് ചിലപ്പോ ഇവന് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ അവൻ കൂടെ പോകും. അങ്ങനെയാണ്. നിങ്ങൾ ആ ചെറുപ്പം തൊട്ട് ആ ഒരു ബോണ്ട് ഭയങ്കരമായിട്ട് തന്നെ ഉണ്ടോ? സ്കൂളിലൊക്കെ ഇപ്പം ഒരുമിച്ചൊക്കെ ആയിരിക്കല്ലോ പോയി തുടങ്ങിയത്, ഞെട്ടിയൊക്കെ നോക്കുന്നു. അങ്ങനെ അല്ല, ഒരുമിച്ച് അങ്ങനെ എപ്പോഴും നടക്കുമെന്ന് അങ്ങനെയൊന്നുമില്ല. അവനവന്റെ തോന്നിയോടെ എനിക്ക് എന്ത് തോന്നി. അപ്പൊ ചേച്ചിന്റെ എങ്ങനെയാണ് ഇപ്പം സിനിമയിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പ്ലാൻ ആണല്ലോ? അപ്പൊ എങ്ങനെയായിരിക്കും നമുക്ക് ഇനിയും മലയാള സിനിമയില് ശ്രുതി സുരേഷ് എന്ന ആളെ കാണാൻ പറ്റുന്നത്? ഇതില്ല, ആക്ച്വലി അറിയില്ല. ഇതെല്ലാം ഇങ്ങനെ വന്നു പെടുന്ന കാര്യങ്ങളാണ്. പിന്നെ ഓഡിഷൻസ്, കാര്യങ്ങൾ, കാസ്റ്റിംഗ് കോൾസ് കാണുമ്പോൾ ഇപ്പോഴും അയക്കാറുണ്ട്, പരിചയമുള്ളവരോട് ചോദിക്കാറുണ്ട്. അങ്ങനെ കിട്ടുന്നത് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഭയങ്കര സെലക്റ്റീവായിട്ട് ചൂസ് ചെയ്യാനും മാത്രമുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. പക്ഷെ വരുന്നതിൽ നിന്ന് നമ്മൾ നല്ല നോക്കി എന്തു ഭാഗ്യത്തിന് നല്ല സിനിമകളാണ് ഒരുപാട് ഹിറ്റ് ആവുന്ന. ഇപ്പം ഞങ്ങൾ സ്ഥാനാർത്ഥി ശ്രീകുടം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തായിരുന്നു. അത് ആ ഒരു ക്രൂവിനെ നേരത്തെ പരിചയമുണ്ട്. പിന്നെ ആ സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കും ഭയങ്കര ഇതുപോലെ തിയേറ്ററിൽ അധികം അത് വർക്ക് ആയില്ല, പക്ഷെ പിന്നീട് അത് ഭയങ്കര ചർച്ചയായി. സൈജേട്ടനും ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പൊ അതുപോലെ നല്ല സ്ക്രിപ്റ്റ് വരുന്നുണ്ട്, നല്ല ടീമിന്റെ കൂടെയാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിലൊക്കെ സന്തോഷം. ഇതില് സുരാജ് ഏട്ടൻ, ജഗദീഷ് ഏട്ടൻ അവരൊക്കെയും ഒരു ഭാഗമായിട്ടുണ്ട്. അവരുടെ ഒരു ക്യാരക്ടറിനെ പറ്റി എന്താണ് അവരിതിൽ ചെയ്യുന്നത്? അവര് നല്ല ഗംഭീരമായിട്ട് ചെയ്യുമെല്ലാം പറ്റും. നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്തേക്കാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ശ്രീകണ്ഠപുരം എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ പറ്റി പറയുന്നുണ്ടല്ലോ.
അപ്പോൾ ആ ഒരു സ്ഥലം തലശ്ശേരി കൂത്തുപറമ്പ് ആ ഏരിയയിലാണ് അത് വരുന്നത്. അപ്പം അവിടെയാണ് നമ്മൾ ഇപ്രാവശ്യം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം അവിടുത്തെ നാട്ടുകാരായിട്ടുള്ള കഥാപാത്രങ്ങളാണ് ഇവർ ഹാൻഡിൽ ചെയ്യുന്നത്. ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, പിന്നെ ഫാമിലിയുടെ പുറത്തുനിന്നുള്ള സുഭാഷ് എന്ന് പറഞ്ഞ വണ്ടി പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇവർ സുരാജ് ഒരു കുറച്ച് ഏജ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് ഹാൻഡിൽ ചെയ്യുന്നത്. വിനയുടെ ഒരു പോലീസ് ഓഫീസർ ക്യാരക്ടറാണ്. പിന്നെ ബേബി ജീനുണ്ട്. ബേബി ജീൻ ഇപ്പം നമ്മൾ ഇവരുടെയൊക്കെ ജഗദീഷേട്ടൻ്റെയും സുരാജിൻ്റെയും വിനയുടെയൊക്കെ നമ്മൾ പെർഫോമൻസസും ഗംഭീര ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ്. ബട്ട് വാച്ച് ഫോർ ബേബി ജീൻ ഇൻ ദിസ് മൂവി. ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഭയങ്കര രസമായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. അവനങ്ങനെ അധികം ആൾക്കാർ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. അതാണ് ഒരു നാടൻ നാട്ടും പുറത്തുകാരൻ ലുങ്കി കൊടുത്ത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആദ്യം കുറേയൊക്കെ തൊട്ടുള്ള ഒരു നാട്ടുപുറത്തുകാരൻ വൈബില് വരുമ്പോൾ ഒരു ഡിഫറൻസ്, അതിൽ തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ ഈ സൈജു കുറുപ്പ് എന്ന ഒരു പ്രൊഡ്യൂസറിനെ എങ്ങനെയായിരിക്കും അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റുക? എന്നെ അപ്രോച്ച് ചെയ്തിട്ട് ഇപ്പോൾ തൽക്കാലം കാര്യമില്ല. മോഹിനിയാട്ടം പച്ച പിടിക്കുവാണെങ്കിൽ മാത്രമേ ഞാൻ ഈ പ്രൊഡക്ഷൻ ഈ പേര് കൊണ്ട് നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇതോടെ പരിപാടി നിർത്തുവാണ്. ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്ത് നടത്തിയാൽ അവർ അല്ലെങ്കിൽ സജേട്ടൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യും. അപ്പൊ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എങ്ങനെയായിരിക്കും സജിച്ചേട്ടനെ അപ്രോച്ച് ചെയ്യാൻ? വളരെ ഈസിയാണ്. വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ ഞാൻ കാണുന്ന സമയത്ത് ഞാൻ റിപ്ലൈ ചെയ്യും. കാണാൻ അധികം വൈകൊന്നുമില്ല. ഷൂട്ട് സമയത്താണെങ്കിൽ മാത്രമേ വൈകുള്ളൂ. പക്ഷേ അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ചിലപ്പോൾ വൈകുമായിരിക്കും. അല്ലെങ്കിൽ മൊബൈൽ എൻ്റെ കയ്യിൽ എപ്പോഴും കാണും. നോട്ടിഫിക്കേഷൻ എനിക്ക് കാണാൻ പറ്റും. വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നാൽ ഞാൻ നോക്കും. ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈയും കൊടുക്കും. ഓക്കെ, അപ്പം April 10 സിനിമ തിയേറ്ററിൽ ഇറങ്ങാണ്. എന്തായിരിക്കും പ്രേക്ഷകരോട് പറയാൻ പോകുന്നത്? നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും. ഭരതനാട്യത്തിനേക്കാളും എത്രയോ മേളിലുള്ളൊരു സ്ക്രിപ്റ്റാണ് ഇപ്രാവശ്യം മോഹിനിയാട്ടത്തിൻ്റെ. അതിൻ്റെ മേക്കിങ്ങും ഒക്കെ വളരെ മേളിലാണ് ഭരതനാട്യത്തിനേക്കാളും. ഒരു നല്ലൊരു തിയേറ്ററിക്കൽ എൻ്റർടൈനറിന് വേണ്ടി നിങ്ങൾക്ക് ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി സിനിമ കാണാവുന്നതാണ്. എന്തായാലും വെയിറ്റിംഗ് ആണ്. April 10 സിനിമ ഇറങ്ങുന്നു. ഇപ്പം ആട് 3യും വരുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. 2 കഥാപാത്രങ്ങൾ കുറച്ച് ദിവസത്തെ ഗ്യാപ്പിൽ ഇങ്ങനെ വരുന്നത് കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് എല്ലാവർക്കും. അപ്പോൾ ഈ വെക്കേഷൻ സൈജോട്ടം തൂക്കി എന്നാലും അതും പറയാനുള്ളത് വെക്കേഷൻ ടൈമാണ്. അപ്പോൾ അതൊരു പ്ലസ് പോയിന്റ് ആണല്ലോ നമുക്ക്, അല്ലേ? തൂക്കാൻ വേണ്ടി പറഞ്ഞാൽ മതി. സ്വന്തം പടങ്ങൾ തന്നെ ക്ലാഷ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാ വർഷവും എല്ലാ ഫെസ്റ്റിവൽ സീസണൊക്കെ ഇങ്ങനെ തന്നെ ആവട്ടെ, അത്രയല്ലേ പറയാനുള്ളൂ. എന്തായാലും അടിപൊളി ആവട്ടെ, സംഭവം കളറാവട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.